ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശാലിനി കൂടി നമ്മുടെ ഒപ്പം ചിരിക്കാണ്ട്. ശാലിനി, ചരിത്ര നിമിഷങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. BJPയുടെ 3 നിയമസഭാ സാമാജികരുത നിയമസഭയിലേക്ക് പോവുകയാണ്. അനുയായികൾ, പ്രവർത്തകർ, കൗൺസിലർമാരടക്കം BJPയുടെ നേതൃനിരയെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിൽ പ്രവർത്തകർ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തടിച്ചുകൂടിയിട്ടുണ്ട്. പല ദിക്കുകളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും അവർ അനന്തപുരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ, അല്ലേ? തീർച്ചയായും KP അങ്ങനെയാണ്. കാരണം 16ാം നിയമസഭയുടെ 1ാം നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്ര സംഭവമാക്കി, ചരിത്ര നിമിഷമാക്കി ഈ സമയത്തെ മാറ്റാനാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ, നേതാക്കന്മാരടക്കമുള്ളവർ ഈ നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ കരുത്തുറ്റ 30ന്റെ പവറുള്ള 3 MLA മാർ തിരുവനന്തപുരത്ത് നിന്ന് നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, കൂടാതെ തന്നെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച V മുരളീധരൻ, ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയ BB ഗോപകുമാർ, അങ്ങനെ 3 MLA മാർ നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കേരള നിയമസഭയുടെ ഫ്രണ്ട് കവാടത്തിന് സമീപത്ത്, അതായത് ബിൽഡിങ്ങിന് മുൻപിലായി ഒരുക്കിയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെയും നെഹ്റുവിന്റെയും ഒക്കെ പ്രതിമകളാണ്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിലും ഒപ്പം തന്നെ അംബേദ്കറുടെ പ്രതിമയിലും പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഈ ഒരു ചരിത്ര ദിവസം 3 MLA മാർ, BJPയുടെ 3 MLA മാർ നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഭാഗമാകാനായി എത്തിയിട്ടുണ്ട്. വിവിധ ഘടകകക്ഷികളുടെ പ്രതിനിധികൾ അടക്കമുള്ളവരും ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജഗോപാലിന് ശേഷം ആര് BJPയുടെ അക്കൗണ്ട് തുറന്ന് നിയമസഭയിലേക്ക് എത്തുമെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മുതൽ 11 സീറ്റ് വരെ BJP നേടുമെന്നുള്ള ആത്മവിശ്വാസം അവർ പങ്കുവെച്ചതുമാണ്. അങ്ങനെ 3 പേർ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യ ദിവസമാണ് 16ാം നിയമസഭയുടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അല്പസമയത്തിനകം ഏകദേശം 9 മണിയോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് V ശിവൻകുട്ടി അട്ടിമറി വിജയത്തിലൂടെ അവിടെ വീണ്ടും BJPയുടെ അക്കൗണ്ട് തുറന്ന, NDയുടെ അക്കൗണ്ട് തുറന്ന രാജീവ് ചന്ദ്രശേഖർ പുഷ്പാർച്ചന മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ അർപ്പിച്ച ദൃശ്യങ്ങളാണ് കാണുന്നത്. V മുരളീധരൻ, കഴക്കൂട്ടത്തെ MLA V മുരളീധരനും പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. അടുത്തത് BB ഗോപകുമാർ, ചാത്തന്നൂരിലെ NDയുടെ MLA, BJPയുടെ MLA, അങ്ങനെ പുഷ്പാർച്ചന മഹാത്മാഗാന്ധിക്ക് മുൻപിൽ നടത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ വരുന്നത് അംബേദ്കറുടെ പ്രതിമയിലേക്കാണ്. ചരിത്ര പുരുഷന്റെ മുൻപിൽ പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷമാണ് BJP പ്രവർത്തകർക്കൊപ്പം 3 MLA മാരും നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തുന്നത്. ഇവരുടെ ആൽഫബറ്റിക് ഓർഡറിൽ പേരുകളുടെ അക്ഷരക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ കേരളത്തിലെ BJPയുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചരിത്ര സംഭവമാണ്. വോട്ട് ഷെയർ കൂട്ടുക, 6ഓളം എടുത്ത് 2ാം സ്ഥാനത്തെത്തുക, 3 എടുത്ത് വിജയം കൈവരിക്കുക. എന്തായാലും ആ 3 MLA മാർ നിയമസഭയിലേക്ക് എത്തുകയാണ്. 16ാം നിയമസഭയുടെ ഒരു കൗതുകകരമായ, അതിൽ അപ്പുറം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചിത്രത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 3 മണ്ഡലങ്ങളിലെയും MLA മാർ അവരുടെ മണ്ഡല പര്യടനമൊക്കെ പൂർത്തിയാക്കി. V മുരളീധരൻ കഴക്കൂട്ടത്ത് രാവിലെ വാഹന റാലി അടക്കം നടത്തിയതിനു ശേഷമാണ് പ്രവർത്തകർക്കൊപ്പം BJPയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലേക്ക് എത്തിയത്. അവിടെ നിന്നും നേരെ എത്തിയത് പുഷ്പാർച്ചന അർപ്പിക്കാനായി രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച ശേഷമാണ് 3 BJP MLA മാർ പ്രവർത്തകർക്കൊപ്പം ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിയതെന്നുള്ളതാണ്. 3 MLA മാരും അവിടെ ചിത്രങ്ങൾ എടുക്കുന്നുണ്ട് അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും. ഇനിയിപ്പോൾ സഭയ്ക്കുള്ളിലേക്ക് കയറുകയാണ്. അതിനുശേഷം 9 മണിയോടുകൂടി ആ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിയമസഭയ്ക്കുള്ളിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുമെന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും വലിയ വിജയം നേടിക്കൊണ്ടാണ് 3 MLA മാർ ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അവർ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുൻപിൽ ചിത്രങ്ങൾ എടുക്കാനായി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട്, MLA മാർക്കൊപ്പമുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ശോഭാ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ സെക്രട്ടറിമാർ,
ജനറൽ സെക്രട്ടറിമാർ, വിവിധ യുവജന സംഘടനകളുടെ മഹിളാ മോർച്ച, യുവമോർച്ച അടക്കമുള്ള വിവിധ മോർച്ചകളുടെ പ്രവർത്തകർ, സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ളവർ BJPയുടെ 3 MLA-മാർക്ക് ഒപ്പം ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒ രാജഗോപാലിനെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിയത് വി ശിവൻകുട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഡബിൾ ലോക്കിട്ട് പൂട്ടിയ നിയമത്തെ പൂട്ടിനെ തുറക്കാൻ അനുവദിക്കില്ല BJP എന്നുള്ളതാണ്. എന്തായാലും ആ ഡബിൾ പൂട്ട് പൊട്ടിച്ചുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുന്നത്. എന്തായാലും ആ ചരിത്ര നേട്ടം ആഘോഷമാക്കുകയാണ് NDA ക്യാമ്പുകൾ. എന്തായാലും വലിയ ആഘോഷത്തിലാണ് ഇന്നലെയും ഇന്നുമൊക്കെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം വിവിധ ജില്ലകളിൽ സംസ്ഥാന വ്യാപകമായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 3 MLA-മാരും സഭയ്ക്കുള്ളിലേക്ക് പോവുകയാണ്. എന്തായാലും 9 മണിക്കായി കാത്തിരിക്കാം ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ KP. സർദിനെയാണ് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. 9 മണിയോടെയാണ് തന്നെയാണ് നിയമസഭയിലെ ചടങ്ങുകൾ, സത്യപ്രതിജ്ഞ ചടങ്ങുകളടക്കം തുടങ്ങുക. അതിന് സാക്ഷ്യം വഹിക്കാൻ കേരളം ഒന്നാകെ കാത്തിരിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനം ഈ 3 MLA-മാർ നിയമസഭയിലേക്ക് എത്തുന്നു. കരുത്തായി BJPയുടെ കരുത്തായി ജനങ്ങളുടെ പ്രതീക്ഷയായി അവർ എത്തുമ്പോൾ 3 അല്ല 30-ന്റെ പവറാണ് BJPയുടെ ശബ്ദമായി നിയമസഭയിൽ മുഴങ്ങുക.